മലപ്പുറത്ത് പോയി വരാൻ പറഞ്ഞു. ഞാനിന്ന് വീട്ടിൽ പോവാണ്, മലപ്പുറത്ത് പോവാണ്. അപ്പോൾ മലപ്പുറത്ത് വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. ഞാൻ പെട്ടെന്നുണ്ടായതാണ്, പ്ലാൻഡ് ഒന്നല്ല. അതിന് പാറൂസിന് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര കൊതി അമ്മച്ചനും അമ്മമ്മേനെയും കാണാം. അപ്പം എനിക്ക് തോന്നി പോവാണ്. കോഴിക്കോട് ടു മലപ്പുറം എന്ന് പറയുമ്പോൾ ഭയങ്കര ലോങ് റൈഡാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. എളേച്ചിന് വട്ടോളി ടു പറമ്പിൽ വിടുക, അത്രേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ. ഞങ്ങളധികം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് പോകാൻ ചൂസ് ചെയ്തത്. കാരണം രാത്രി പോകുമ്പോൾ നല്ലൊരു വൈബാണ്. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന വരും. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, അത് 2 ദിവസമാണെങ്കിൽ 2 ദിവസം അതൊരു രസമാണ്. ചെല്ലുന്ന കാറ്റാണ് നമ്മൾ വീട്ടിൽ പോകുന്നതിൻ്റെ മെയിൻ റീസണാണ് അച്ഛനോ. കാര്യം നമ്മൾ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴല്ലേ മാറ്റം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാൻ പിന്നെ എല്ലായിടത്തും കണക്കായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നുകൂടെ കുട്ടിയായി പോകും നമ്മൾ. കാരണം A to Z കാര്യങ്ങൾ ഒന്നും മെയിൻ കാര്യം പാറുവിൻ്റെ തന്നെ. ഒന്നും ഞാൻ ചെയ്യേണ്ടതല്ല. ഞാൻ നിന്നും കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട. ഉറങ്ങാൻ അമ്മമ്മ മതി, രാവിലെ എണീച്ചാൽ അമ്മമ്മ മതി. ഈ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഞാൻ മതി. ബാക്കി ഫുള്ള് അമ്മ, അനിയനും, അച്ഛൻ. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്താകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും അമ്മ ഉണ്ടാവും. ശ്രീക്കുട്ടി എണീക്കുന്നില്ലേ, ശ്രീക്കുട്ടി ചോറൊന്നുമില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണല്ലോ അല്ലേ. നല്ല ആൾക്കാർ നൈറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. രാത്രി എന്ന് വെച്ചില്ല, ഈ സമയത്തൊക്കെ പോകുമ്പോൾ വെയിൽ ഉണ്ടാവില്ല, തീരെ വെയിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം, നല്ല തണുത്ത കാറ്റും നല്ലൊരു രസമാണ്. അതുകൊണ്ട് ഞങ്ങളധികം ഈ സമയത്താണ് പോവാറ്. പിന്നെ അവിടെ തിരിച്ച് വരുന്നതാണെങ്കിലും ഒരു 6 മണി, ചിലപ്പോൾ ഒരു 6:30 ആവും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പോവുക നല്ല ഇൻട്രസ്റ്റ് ആണ്. 4 ദിവസത്തിനാണ് പോകുന്നത്. എന്നാലും അത് രസമാണ്. മീനുണ്ട് വീട്ടിൽ. പാറുവിന് ഇന്നൊരു തോന്നിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് 4 ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ എല്ലാവരും പറയും കുറേ നേരം കിടന്നുറങ്ങാനാണ് വീട്ടിൽ പോകുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ ചിലപ്പോൾ എണീക്കും 9 മണിയാവും, ചിലപ്പോൾ 8 മണിയാവും. എനിക്ക് അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ നാടൊക്കെ കാണാനൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. നമ്മൾ എന്താ പറയുക, അടുത്ത് പാപ്പന്മാരെ വീട്, അച്ഛമ്മ, അച്ഛച്ചൻ എല്ലാവരും ഇത് കാണണം. പിന്നെ കുറച്ചൊന്ന് അതിലൂടെയൊക്കെ ഒന്ന് തെണ്ടി നടക്കണം. അതൊക്കെയാണ് മെയിൻ റീസൺ. പിന്നെ ഞാനും പാറൂസും ഇങ്ങനെ ഓരോ സംസാരിച്ചിരുന്ന് അപ്പോഴത്തേക്ക് പിന്നെ ഏകദേശം ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ എത്തി. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ ഒന്ന് കയറണം, അടുത്ത് തിരിച്ചു വരുമ്പോൾ വേണം അവിടെ ഒന്ന് കയറാം. പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ ഫ്ലാറ്റുകളാണ് കൂടുതലും. പിന്നെ എൻ്റെ നാടെത്തി. ഇവിടെ എത്തി ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്നൊരു ഷോപ്പുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങാനുള്ള ഫ്രൂട്ട്സോ അത് വാങ്ങുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ ചായയും കുടിക്കും. അപ്പം അങ്ങനെ ഇങ്ങോട്ട് ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴി. അവിടുന്ന് വലത്തോട്ട് പോയാൽ എൻ്റെ വീടെത്തി. അന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ വീടെത്താൻ നേരത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അമ്മയും നീനും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ ചെല്ലുന്നത് നോക്കിയിട്ട്. പിന്നെ നേരെ അങ്ങോട്ട് പോയി. അവിടെ പിന്നെ മുകളിലോട്ടുള്ള പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അച്ഛൻ തന്നെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ എന്തൊക്കെയൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവരെയൊക്കെ കണ്ട് നീനു, പാറും, അമ്മയും പാറു സാടെത്തിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഏട്ടനും ഭക്ഷണമൊക്കെ കഴിച്ചു. ഏട്ടൻ വേഗം അങ്ങോട്ട് തന്നെ തിരിച്ചു